ശ്രീ ടി വി ഇബ്രാഹിം. സർ, ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ജലനയത്തിൻ്റെ ഭാഗമായി കിണറുകൾക്ക് രജിസ്ട്രേഷൻ അതുപോലെ തന്നെ ലൈസൻസ് സംവിധാനമൊക്കെ ഏർപ്പെടുത്തുകയാണ്. ഭൂഗർഭജല ഉപയോഗത്തിന് പരിധി നിശ്ചയിക്കുകയോ ചെയ്യുന്നൊക്കെ സാഹചര്യം വന്നാൽ അത് പ്രത്യേകിച്ച് ജനവാസ കേന്ദ്രങ്ങളിൽ, ഗ്രാമീണ മേഖലകളിൽ നമ്മുടെ അടിസ്ഥാന വർഗങ്ങളുടെ കുടിവെള്ള അവകാശത്തെ ബാധിക്കുകയില്ല എന്ന് എങ്ങനെയാണ് സർക്കാർ ഉറപ്പുവരുത്തുന്നത്? സാർ, കുടിവെള്ളത്തെ ഒരു സാമൂഹ്യ അവകാശമായി കണക്കാക്കി എല്ലാവർക്കും സുരക്ഷിത കുടിവെള്ളം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ജലനയത്തെക്കുറിച്ച് ഒരു കരട് ജലനയത്തം പുതുക്കി കൊണ്ടുവരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. സാർ, 4 സോണുകളിലായിട്ടാണ്, 4 ബ്ലോക്കുകളിലായിട്ടാണ് കേരളത്തിൻ്റെ ഭൂജല ലഭ്യത നമ്മൾ കണക്കാക്കുന്നത്. ഒന്ന് സേഫ് സോണാണ്, ഒരു പ്രശ്നവും അവിടെ ഇല്ല. 2 സെമി ക്രിട്ടിക്കൽ സോണാണ്, അത് 27 എണ്ണമാണ്. ക്രിട്ടിക്കൽ സോൺ 3 എണ്ണമാണ്, കാസർഗോഡും ചിറ്റൂരും മലമ്പുഴയും. ഓവർ എക്സ്പ്ലോയിറ്റഡ് കേരളത്തിലില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ, ഓപ്പൺ വെല്ലിന് ഒരു അപകടവും ഇല്ലാതെ, സാധാരണ നിലയിൽ വ്യാവസായിക ആവശ്യത്തിന് മാത്രമേ ഭൂജല വകുപ്പിൻ്റെ NOCയുടെ ആവശ്യം മേടിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുകയാണ്. ആ വിധത്തിലൊരു പ്രയാസവും ഉണ്ടാകാതെ നോക്കാൻ സർക്കാർ ആവശ്യമായ നടപടികൾ അതത് സമയത്ത് സ്വീകരിച്ചു വരുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഇങ്ങനെ ജലനയം പ്രഖ്യാപിക്കുന്നൊരു സാഹചര്യം ഇവിടെ മന്ത്രി പറഞ്ഞു കഴിഞ്ഞു. ജലജീവൻ്റെ വർക്കുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഈ ജലജീവൻ്റെ വർക്കുകൾ എടുത്തിരിക്കുന്ന ഒരൊറ്റ കരാറുകാരനും ഇപ്പോൾ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. എല്ലാം നിർത്തിവെച്ച്, എല്ലാം സ്തംഭിച്ച് കിടക്കുകയാണ്. അതിന് കാരണം സർക്കാർ കൊടുക്കാനുള്ള കാശ് അവർക്ക് കൊടുക്കാത്തത് കൊണ്ടാണ്. എൻ്റെ മണ്ഡലത്തിലടക്കം ഇത് ഒരു അനിശ്ചിതാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് സർക്കാർ എങ്ങനെ അവർക്ക് ഗ്രാന്റ് കൊടുത്തുകൊണ്ട് ഈ വർക്ക് പൂർത്തിയാക്കാൻ എന്ത് നടപടിയാണ്? സാർ, ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ മണ്ഡലത്തിൽ ആകെയുള്ള ഗ്രാമീണ വീടുകൾ 44,671 സാർ. ജലജീവൻ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ കണക്ഷൻ 4,610. ജലജീവൻ വന്ന ഈ ചെറിയ കാലം കൊണ്ട് 86% കണക്ഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. സാർ, ഇപ്പോൾ രണ്ടും കൂടി 38,428 കണക്ഷൻ ഉണ്ട്. 33,818 പുതിയത് വന്നതാണ്. ഇവിടെ അദ്ദേഹം ആ ചോദ്യം ചോദിച്ചത് വളരെ ഗുണകരമായി എന്നാണ് എൻ്റെ അഭിപ്രായം. സാർ, കേരളത്തിൽ നമ്മളിപ്പോൾ AS കൊടുത്തിട്ടുള്ള ആകെ ചെലവ് 44,715 കോടിയാണ്. സാധാരണ നിലയിൽ JJMൻ്റെ ഒരു ധാരണ 50% കേന്ദ്ര ഗവൺമെൻറ്റും 50% കേരള ഗവൺമെൻറ്റുമാണ്. കേന്ദ്ര ഗവൺമെൻറ്, ഇതെല്ലാവർക്കും ആവശ്യമുള്ള ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് ഞാൻ വിശദീകരിച്ച് പറഞ്ഞത്. കേന്ദ്ര ഗവൺമെൻറ് ഈ കാലയളവിൽ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആകെ നൽകിയിട്ടുള്ളത് 5,500 കോടി രൂപയാണ്. എന്നാൽ കേരളത്തിലെ ഗവൺമെൻറ് അതാണ് തുല്യമായ സ്റ്റേറ്റ് ഷെയർ എങ്കിലും ഇതിനകം തന്നെ സാർ 8,000 കോടി രൂപ ആവശ്യത്തിന് വേണ്ടി കേരളം ചെലവഴിച്ചു കഴിഞ്ഞു. സാർ, ഇതും തീരുന്നില്ല. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ കേന്ദ്രം നമ്മളെ കിണറ്റിലിറക്കി കോണിയെടുക്കാൻ നിന്നാലും ഇത് നടത്തി മുന്നോട്ട് പോകണമല്ലോ സാർ. അതിൻ്റെ ഭാഗമായി 9,000 കോടി ഇപ്പം നബാർഡിൽ നിന്ന് നമ്മൾ വായ്പ എടുക്കാൻ തീരുമാനിച്ചു. 5,000 കോടി ആദ്യഘട്ടത്തിൽ നമുക്ക് AS ലഭിച്ചു. 3,750 കോടിയിൽ 2,000 കോടിയും വിതരണം ചെയ്തു. 1,750 കോടി കൂടി വിതരണത്തിന് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങയുടെ മണ്ഡലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ താമസിയാതെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്.